പോലീസിനെതിരെയുള്ള പ്രതിഷേധം ഇനി തുടരുന്നതാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈ സീനിനകത്ത് പോലീസിനെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചവരല്ല. ഞങ്ങൾ പോലീസിനെതിരായിട്ട് തുടങ്ങിയ സമരമല്ല. പക്ഷേ ഞങ്ങളുടെ സഹപ്രവർത്തകർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, റോഡ് സൈഡിൽ നിന്ന 2 MLA സ്റ്റാഫുകളെ അടിക്കുക. അവർ സമരത്തിൽ പങ്കാളികളായി ഒന്നുമില്ല, അവരെ അടിക്കുക. എന്നിട്ട് അവർ പറയുന്നു സ്റ്റാഫാണ്, ഞങ്ങൾ സമരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയല്ല. എന്നിട്ട് പറയാം സ്റ്റാഫാണ് ഓഫീസിൽ ഇരിക്കണമെന്ന്. ഇവരാണോ ഇവിടുത്തെ നികുതി പിടിച്ചുകൊണ്ട് പോകുന്നത്? പോലീസാണോ? ഇവർക്കാണോ നമ്മൾ നികുതി കൊടുക്കുന്നത്? ഇവർ തീരുമാനിക്കാൻ? ഇവർ ചുങ്കം പിരിക്കുന്ന നാടുവാഴികളാണോ? എൻ്റെ സ്റ്റാഫ് എവിടെ നിൽക്കണമെന്ന് അവരാണോ തീരുമാനിക്കുന്നത്? പോലീസ് ഓഫീസർമാർക്കെതിരെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ സമരം പോലീസുകാർക്കെതിരെ തുടങ്ങിയതല്ല. ഞങ്ങൾക്ക് ഈ സമരത്തിനകത്ത് കൃത്യമായ പ്രത്യയശാസ്ത്ര ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഇനി അത് പോലീസ് ഇടയ്ക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസിനെ ഫേസ് ചെയ്യും. ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടല്ലോ, തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞ ഡിമാൻഡ് ഒന്ന്, CPM BJP പ്രവർത്തകർ നടത്തിയ കൊലവിളി പ്രവർത്തനങ്ങൾ, ഇതൊന്നും ഇവരെ കണ്ടില്ല എന്നടിക്കുന്നു. ഇപ്പുറത്തെ വശത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയെടുക്കണം. പറഞ്ഞല്ലോ, ഇവിടെ വെല്ലുവിളിക്കുക. ഇവിടെ വന്നിട്ടും സമരത്തിന്റെ സ്ഥലത്ത് മാത്രമല്ല, ഇവിടെ വന്നിട്ട് SI പറയാ തല്ലിപ്പൊളിക്കും. വിളിക്കുന്ന SIയെ കുറെ നേരമായിട്ട് പറയല്ലേ, ഇവിടെ ഇരിക്കല്ലേ അവൻ, ഒന്ന് തൊട്ട് കാണീര്. ഓർഡർ ആവുന്നവരെ സമരം നമുക്കറിയാലോ ഒരു സമരത്തെ എങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്ന്. ഇനി BJPയുടെ ഓഫീസിലോട്ട് സമരം നടത്തി എത്ര ദിവസം ഇവർ പ്രതിരോധിക്കുന്നത് കാണാം. ഇനിയുണ്ട് മാർച്ച്, നമുക്ക് നോക്കാം ഇവരെന്താ ചെയ്യുന്നതെന്ന്. ഇപ്പം BJPയുടെ പ്രകടനം അവിടെ നടക്കുക, അതിനൊന്നും പ്രശ്നമില്ല. കൊലവിളി, മുദ്രാവാക്യം, കബറുടെ എല്ലാം ഉണ്ട്, പ്രശ്നമില്ല. പാലക്കാട് മൂന്നാമത് നടത്തി